പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS+2 ഹോം സയൻസ് കോഡ് നമ്പർ 321ൻ്റെ 3 മാർക്കിൻ്റെ വിവിധ തരം സാമ്പിൾ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുമ്പ് നമ്മൾ 5 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും വീഡിയോസൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറുമാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം 22 മാർക്കാണ് ഹോം സയൻസിൽ എഴുതി പാസ്സാവേണ്ടത്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തൊരു വിദ്യാർത്ഥി 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ 29 മാർക്ക് എഴുതി പാസ്സാണ്. പ്രാക്ടിക്കലും അസൈൻമെൻറ്റുമുള്ള സബ്ജക്റ്റാണ്. അത് കൂട്ടാതെ തന്നെ നമുക്ക് 22 മാർക്ക് എഴുതി പാസ്സാണ്. 2:30 മണി മുതൽ 5:30 മണി വരെയാണ് എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 3 മാർക്കിൻ്റെ വിവിധ ക്വസ്റ്റ്യങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വായിച്ച് ആൻസർ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 38ാമത്തെ ക്വസ്റ്റ്യൻസ്, അതിൽ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 1 ഉം 2 ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. നമുക്ക് ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് നമുക്കൊന്നും അറിയില്ലെങ്കിൽ അടുത്തത് ആൻസർ ചെയ്യാം. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, യു എഡ്യൂക്കേറ്റ് എ നേഷൻ. നിങ്ങളൊരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ അതിലൂടെ ഒരു ദേശത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ വികസനം, ഒരു വിദ്യാഭ്യാസം അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഡു യു എഗ്രി, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഗിവ് 3 റീസൺസ് സപ്പോർട്ട് യുവർ ആൻസർ. ഒരു പെൺകുട്ടിക്ക് എഡ്യൂക്കേഷൻ നൽകുന്നതിലൂടെ ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആൻസർ യെസ് ആണ്. കാരണം ഒരു പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലമുറകളായി വരുന്ന സ്ത്രീകൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഒന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീക്ക് കിട്ടും. പൈസ ഉണ്ടെങ്കിലാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് നിലയും വിലയും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഒരു സ്ത്രീയുടെ കയ്യിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ട്, നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ലൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തികപരമായി ആ സ്ത്രീ ഭദ്രതയായിരിക്കും. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ ആശ്രയിക്കാതെ സ്വന്തം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ചെലവഴിക്കാം. പിന്നെ പറയുന്നത് എഡ്യൂക്കേറ്റഡ് മദർ, ഷീ ഹെൽപ്പ് ചിൽഡ്രൻ ഇൻ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാരുണ്ടാവും. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മകളുടെ പഠനത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്, നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കാണ്. അപ്പോൾ അതിന് ആർക്ക് ആദ്യം എഡ്യൂക്കേഷൻ വേണം? അമ്മമാർക്ക് എഡ്യൂക്കേഷൻ വേണം. അമ്മമാർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. വീണ്ടും വരുന്ന അമ്മമാർ അവരുടെ മക്കൾക്ക് അങ്ങനെ പകർന്നു കൊടുക്കണമെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് തന്നെ എഡ്യൂക്കേഷൻ ഉണ്ടാവും. നല്ല ഹാബിറ്റ് ഒരു കുടുംബത്തിൽ എങ്ങനെയാണ്, ഒരു സമൂഹത്തിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറണം, വിവാഹശേഷം എങ്ങനെയൊക്കെയാണെന്നുള്ളത് അമ്മമാർക്ക് ആദ്യം അറിയണം. അതിന് അവർക്ക് എഡ്യൂക്കേഷൻ വേണം. എന്നാലാണ് അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ഗേൾ, ഡോട്ടർ ഇൻ ലോ, വൈഫ്, മദർ അല്ലേ. ഒരു എഡ്യൂക്കേറ്റഡ് സ്ത്രീ ആണെങ്കിൽ അവരുടെ മകളുടെ ഇതിൽ വരുന്ന, വിവാഹത്തിൽ വരുന്ന ആളുകൾ, അങ്ങനെ വരുന്ന ആളുകൾക്കൊക്കെ ഇതുമൂലം ഒരുപാട് ഒരു സമൂഹത്തിന് മൊത്തമായിട്ട് എഡ്യൂക്കേഷൻ നൽകാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു 3 പോയിന്റ് എഴുതിയാൽ മതി. അതിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുന്നുണ്ട്, മദർ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്, പിന്നെ ഡോക്ടർ ഇൻ ലോ അല്ലേ, അതായത് മക്കളുടെ കീഴിൽ വരുന്ന ആളുകൾ, അതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇനി ഇത് അറിയില്ലെങ്കിൽ 38-ലെ 2ാമത്തെ ചോദ്യമുണ്ട്. എനി ചൈൽഡ് ഹൂ ഈസ് ബിലോ 40, ഏതെങ്കിലും ഒരു കുട്ടിക്ക് 14 വയസ്സിൽ താഴെയാണ്, ആൻഡ് ഈസ് എൻഗേജ്ഡ് വർക്ക് ടു ഏൺ അല്ലേ. ഒരു ജീവിതങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ 14 വയസ്സിലും താഴെയുള്ളൊരു കുട്ടി ചൈൽഡ് ലേബർ എന്നാണ് നമ്മളതിന് പറയുന്നത്. 14 വയസ്സിൽ എന്നാണ് ബാലവേല എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ലിസ്റ്റ് കോസസ് ഓഫ് ചൈൽഡ് ലേബർ, ഈ ബാലവേലയുടെ ഫലങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ നമുക്ക് 21ാമത്തെ ചാപ്റ്ററിൽ ഗൈഡിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ പറയുന്നുണ്ട് 8ാമത്തെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് കോസസ് ഓഫ് ചൈൽഡ് ലേബർ എന്നുള്ള ടേബിൾ രൂപത്തിൽ തന്നിട്ട് നിങ്ങൾ ടേബിൾ രൂപത്തിൽ എഴുതണമെന്നല്ല, വിശദീകരിച്ച് ചെയ്താൽ മതി. അതിലൊരു കാരണം എന്താണ്, ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാരണമാണ്. പിന്നെ അതിന്റെ ഫലങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, അത് വേണമെങ്കിൽ എഴുതിയാൽ മതി. നമുക്ക് 3 മാർക്കിന്റെ അല്ല.
അപ്പൊ ദാരിദ്ര്യം ബാലവേലയുടെ കാരണമാണ്. ദാരിദ്ര്യം മൂലമാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇത് കൂടുതൽ പോകുന്നത്. ഇന്ന് കൂടുതൽ കേരളത്തിൽ ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ബീഹാർ, പശ്ചിമ ബംഗാൾ, യുപിയിലൊക്കെ ഇത് കൂടിയിട്ടുണ്ട്. അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും തിരസ്കരമായ കുട്ടികളുണ്ട്. അനാഥരുണ്ട്, ബാപ്പയും ഉമ്മയൊക്കെ മരിച്ചുപോയ ആളുകളുണ്ടാവും. ഉപേക്ഷിക്കപ്പെട്ട, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട, അവർ വളർന്ന് അവർക്ക് ജീവിതം മുന്നോട്ട് പോകും. അവരെ ഏറ്റെടുക്കാൻ ആളില്ലെങ്കിൽ അവർ ജോലിക്ക് പോകും, അല്ലെ? അതിലെ പരമ്പരാഗത തൊഴിലുകളിൽ കാഴ്ചശക്തിയുള്ളവരുടെയും വേഗതയുള്ളവരുടെയും ആവശ്യകതയൊക്കെയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ ഈ ബാലവേല ചെയ്യുന്നുണ്ട്. പഴയ തൊഴിലുകളിൽ നല്ല കാഴ്ചശക്തിയുള്ളവർ, വേഗതയുള്ള, അതിനൊക്കെ ചെറുപ്പക്കാരായ ആളുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ കൂലി കുറഞ്ഞതും പ്രതികരിതമായ തൊഴിലാളികളുടെ ആവശ്യം ഉണ്ടാവും. നമുക്കറിയാം ഹോട്ടലുകളിലൊക്കെ പാത്രം കഴുകാനും അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഒരു കാലത്ത് നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു 14 വയസ്സിനും താഴെ. അപ്പൊ ഇന്നൊക്കെ ഭയങ്കര നിയമങ്ങൾ വന്നതുകൊണ്ട് അത്തരം മേഖലകളിലൊക്കെ ആളുകൾ കുറവാണ്. പിന്നെ ഗൾഫ് മേഖലയൊക്കെ വർദ്ധിച്ച്, വിദ്യാഭ്യാസ മേഖലയൊക്കെ വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് കൂടുതലാണ്. പിന്നെ അതിന്റെ ഫലങ്ങൾ ഇപ്പുറത്ത് കോളത്തിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മാർക്കിനനുസരിച്ച് എഴുതിയാൽ 3 മാർക്കിനാകുമ്പോൾ നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് 39ാമത്തെ ചോദ്യമാണ്. 39 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ട്. ഷ്യാം ഹാസ് ടു ബൈ എ റെഡിമെയ്ഡ് സ്യൂട്ട്. ഷ്യാം എന്ന് പറയുന്ന വ്യക്തി ഒരു റെഡിമെയ്ഡ് സ്യൂട്ട് വാങ്ങാൻ തീരുമാനിച്ചു സ്വയം. ടു അറ്റൻഡ് ചെയ്ത മാരേജ് പാർട്ടി, ഒരു വിവാഹ ആവശ്യത്തിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റെഡിമെയ്ഡ് സ്യൂട്ട് വാങ്ങാൻ ഷ്യാം തീരുമാനിച്ചത്. ഗൈഡ് ഹിൻ അബൌട്ട് എനി 3 ക്രൈറ്റീരിയ ഫോർ ദി സെലക്ഷൻ ഓഫ് ഒരു റെഡിമെയ്ഡ് ഗാർമെന്റ്, ഒരു റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഏകദേശം 26ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഗൈഡിൽ നമുക്ക് വിശദമായിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നോക്കി വാങ്ങാൻ കഴിയുക എന്നുള്ള, തുണികൾ വാങ്ങി വെച്ച് വെക്കാനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിനും ചെലവുകൾ കുറയ്ക്കുന്നതിനുമാണ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വാങ്ങുന്നത് നമ്മെ പ്രേരിപ്പിക്കുന്നത്. റെഡിമെയ്ഡ് വസ്ത്രം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിസൈനാണ്. വസ്ത്രങ്ങളുടെ ഡിസൈൻ നോക്കണം. വസ്ത്രങ്ങളുടെ ഫാഷന്, ഷേപ്പ്, കളറ്, തുണിയുടെ തരം എന്നിവ പ്രത്യേകിച്ച് പരിശോധിക്കണം. ഈ 4 ഘടകങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല വസ്ത്രം കിട്ടും. അതുപോലെ ഫിറ്റാണ്, കൃത്യ അളവുള്ളതാന്ന് നോക്കണം. നമ്മുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള സൈസ് തിരഞ്ഞെടുക്കണം. ശരീരത്തിന് ഒത്തരവണ്ണം, വസ്ത്രത്തിന്റെ ഇറക്കം എല്ലാം കൃത്യമായിരിക്കണം. അതുകൊണ്ട് ശരിയായ അളവിലുള്ള വസ്ത്രം തിരഞ്ഞെടുക്കണം. അതേപോലെ തന്നെ വർക്ക്മാൻഷിപ്പ് പറയുന്നുണ്ട്, നിർമ്മാണ വൈദഗ്ധ്യം, തയ്യൽ കൃത്യതയോടെ നോക്കണം. തയ്യൽ ചുളിവുകൾ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ കെയർ ആൻഡ് മെയിൻ്റെനൻസ് വരുന്നുണ്ട്. വസ്ത്രത്തിലെ ലേബലിലോ ടാഗിലോ കൊടുത്തുള്ള മുന്നറിയിപ്പ് സൂചനകൾ കൃത്യമാണോ, അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം. 3 മാർക്കിന് നമ്മൾ ഈ ഇത്രയും പോയിന്റുകൾ വിശദീകരിച്ച് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇതിൽ വേറൊരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 39 തന്നെ രണ്ടാമത്തെ, വൈ ഈസ് നെസസറി ടു നോ അബൌട്ട് ദി അൺഫെയർ പ്രാക്ടീസ്. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അൺഫെയർ പ്രാക്ടീസ്, തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട്. ടെക്സ്റ്റൈൽ ആൻഡ് ക്ലോത്തിങ് ഇൻഡസ്ട്രീസ് ഒക്കെ മേഖലകളിൽ തെറ്റിദ്ധാരണകളും വേണ്ടാത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദി പ്രാക്ടീസസ് ഏതൊക്കെയാണ് ഇത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, 3 അൺഫെയർ പ്രാക്ടീസ് ഏതൊക്കെയാന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതും നമുക്ക് 26ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, 26ാമത്തെ ചാപ്റ്ററിൽ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ വരുന്നത് തുണിത്തരങ്ങളെന്ന് വരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നെയ്ത്ത് നോക്കുന്നുണ്ട്. തുണിയുടെ ഒരു മൂല എടുത്ത് 2 കൈകൾ കൊണ്ട് വലിച്ചു നോക്കിയാൽ തുണിയുടെ ബലം മനസ്സിലാക്കാൻ കഴിയും. തുണികൾ ലൈറ്റിന് നേരെ പിടിച്ചു നോക്കിയാൽ നെയ്ത്തിൽ അപാകത ഉണ്ടെന്ന് അറിയാം. നൂലിഴകൾ ശരിയായ അകലത്തിലും ക്രമത്തിലാണെന്ന് നോക്കുക. ഇതൊക്കെയാണ് അതിന്റെ ആൻസറുകൾ വരുന്നത്. ഇനി നമുക്ക് 40ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലിസ്റ്റ് എനി 6 ക്വാളിറ്റീസ് ആർ ഷുഡ് ലുക്ക് ഫോർ വൈൽ സെലക്ടിങ് ആൻഡ് പർച്ചേസിങ് എ ഫാബ്രിക് ആണ്. ഒരു ഫാബ്രിക് സെലക്ട് ചെയ്യുമ്പോഴുള്ള ആൻസർ അതാണ് നമ്മൾ ഈ പറയുന്നത്. മെറ്റീരിയൽ നോക്കണം. തുണിത്തരങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തുണിത്തരം നോക്കണം, അതേപോലെ തന്നെ അതിന്റെ നെയ്ത്ത് നോക്കണം, അതേപോലെ തന്നെ തുണിയുടെ ഒരു മൂല എടുത്ത് 2 കൈകൾ കൊണ്ട്
രണ്ട് കൈകൾ കൊണ്ടും വലിപ്പം നോക്കണം. തുണിയുടെ ബലം മനസ്സിലാക്കാൻ കഴിയും. അപ്രകാരം ചെയ്യുമ്പോൾ നൂലിഴകൾ അകലുന്നതായി കാണപ്പെട്ട തുണിയുടെ ബലം കുറവാണെന്ന് മനസ്സിലാക്കാം. തുണികൾ ലൈറ്റിൽ നേരെ പിടിച്ചു നോക്കിയാൽ നെയ്ത്തിൽ അപാകത ഉണ്ടെന്ന് മനസ്സിലാക്കാം. നൂലിഴകൾ ശരിയായ അകലത്തിലും ക്രമത്തിലുമാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യമാണ് 41. എ ഫ്ലവർ അറേഞ്ച്ഡ് ഈസ് എ പ്ലാനഡ് ഫോർ എ റൂമാണ്. ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ് നടത്താണ് റൂമിൽ. വാട്ട് 3 പോയിന്റ് വുഡ് യു കീപ്പ് ഇൻ മൈൻഡ് വൈൽ സെലക്ടിങ്? അല്ലേ, നമ്മളൊരു ഫ്ലവർ അറേഞ്ച്മെന്റ് നടത്താൻ പ്ലാൻ ചെയ്യാണ് ഒരു റൂമിൽ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്ലാന്റ് മെറ്റീരിയൽ എങ്ങനെ ആയിരിക്കണം, വെയ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് 31ാമത്തെ ചാപ്റ്ററിൽ ഇതിന്റെ ആൻസർ വരുന്നുണ്ട്. ഓക്കെ, ഫ്ലവറുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ അതിൽ വരുന്നുണ്ട് 31ാമത്തെ ചാപ്റ്ററിൽ. അതിൽ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്. ആദ്യം തന്നെ പുഷ്പാലങ്കാരത്തിന് കുറെ സാധനങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്ലവർ വേസ്, പിൻ ഹോൾഡർ, ഒറിജിനൽ പൂക്കളും കൃത്രിമ പൂക്കൾ, പച്ചയിലകളൊക്കെ. പൂക്കൾ വെക്കുന്ന കഴിഞ്ഞാൽ വേസ് പല കളറുകളും പല മെറ്റീരിയലും ഉണ്ട്. മുറിക്ക് ചേരുന്ന രീതിയിലുള്ള വേസുകൾ വേണം, കളറുള്ള വേസ് വേണം. പൂക്കൾ മുതലായി തിരഞ്ഞെടുക്കാം. പുഷ്പാലങ്കാരത്തിന് പല വലിപ്പത്തിലെ പൂക്കൾ ഉപയോഗിക്കാവുന്നതാണ്. പൂക്കളുടെ എണ്ണം 1, 3, 5 അങ്ങനെ ഒറ്റ കാണാം. കൃത്രിമ പൂക്കളോടൊപ്പം പച്ചില കൂടി വെച്ചാൽ സ്വാഭാവികത തോന്നുന്നുണ്ട്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. ഓക്കെ, ലാസ്റ്റ് ചോദ്യമാണ്. കരീന വാണ്ട് ടു കരീന എന്ന് പറയുന്നത് എംബ്രോയിഡറായി വർക്ക് ചെയ്യുക. ടു കുർത്ത ഫോർ ഈസ് അഡോൾസെന്റ് ബ്രദർ. ലിസ്റ്റ് എനി 6 ഫാറ്റ് വിൽ കീപ് മൈൻഡ് വൈൽ സെലക്ടിങ് ഡിസൈൻ ഫോർ ഇറ്റ് ആണ്. ലിസ്റ്റ് 6 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു ഡിസൈൻ സെലക്ട് ചെയ്യും. ഒരു എംബ്രോയിഡറി വർക്കായിട്ട് ചെയ്യുമ്പോൾ ഈ 6 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. അത് ഏതൊക്കെയാന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ആൻസർ എംബ്രോയിഡറുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിലുണ്ട്. നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ പർപ്പസ്, ലക്ഷ്യം നോക്കണം. കളർ ഓഫ് ദി ഫാബ്രിക്, തുണികളുടെ നിറം നോക്കണം. ടെക്സ്ചർ ഓഫ് ദി ഫാബ്രിക്, തുണികളുടെ ഘടന നോക്കണം. കംഫർട്ട്, സൗകര്യപ്രദമാണ് നോക്കണം. എന്തിനാണ് തോന്നിക്കുന്നത് നോക്കണം. ഒക്കേഷൻ, നമ്മൾ സാഹചര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഒരു തുണി സെലക്ഷൻ നടത്തേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.